മുണ്ടക്കയം ടൗൺ മേഖലയിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് ജലവിതരണം നടത്തുന്നതിന് പ്രധാനമായും ആശ്രയിക്കുന്നത് മുണ്ടക്കയം ബൈപ്പാസിൽ സ്ഥിതി ചെയ്യുന്ന ജലവിതരണ പമ്പ് ഹൗസിനെയാണ്. ഈ പമ്പ് ഹൗസിന്റെ പ്രധാന ജലസ്രോതസ് മണിമലയാറ്റിലെ വെള്ളനാടി ചെക്ക് ഡാമിനെ ആശ്രയിച്ചാണ്. പമ്പ് ഹൗസിലെ ജലവിതരണം നിലച്ചാൽ മുണ്ടക്കയം ടൗൺ മേഖല ഉൾപ്പെടെയുള്ള ഭൂരിഭാഗം മേഖലയും കൊടും വരൾച്ചയുടെ പിടിയിലാകും. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണോ തടയണയുടെ ഷട്ടറുകൾ ഇരുളിന്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധൽ തുടർന്നു വരുന്നതെന്നും സംശയം ഉയരുകയാണ്. 20 ദിവസത്തിനുള്ളിൽ 5ഓളം തവണയാണ് രാത്രികാലങ്ങളിൽ ചെക്ക് ഡാമിന്റെ ഷട്ടർ സാമൂഹ്യ വിരുദ്ധർ തുറന്നു വിടുന്നത്. ഓരോ തവണയും ഷട്ടറുകൾ അടച്ചതിനു ശേഷം ഒപ്പം തന്നെ മുണ്ടക്കയം പോലീസിൽ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നും ആരോപണം ഉയരുകയാണ്. ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ വെള്ളത്തിൻ്റെ സ്രോതസ്സായിട്ടുള്ളതാണ് നമ്മുടെ ചെക്ക് ഡാം അടച്ച് അതിൽ നിന്ന് വെള്ളം സുലഭമായി ലഭിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അത് സാമൂഹ്യ വിരുദ്ധർ ഇപ്പോൾ ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ 5 പ്രാവശ്യമാണ് അത് അഴിച്ചു വിട്ടിരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ സാമൂഹ്യ വിരുദ്ധരുടെ ഈ പ്രവൃത്തി മറ്റുള്ള ആൾക്കാർക്ക് വളരെയധികം ദോഷകരമായിട്ട് ആണ് ഇപ്പം വന്നിട്ടുള്ളത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് കുടിവെള്ള ലോബിയുടെ ഒരു പ്രവർത്തനമാണ് എന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം ഇത്രയും രൂക്ഷമായിട്ടുള്ള വേനൽ വരുമ്പോൾ അത് കേന്ദ്രീകരിച്ച് ഈ പഞ്ചായത്തിൻ്റെ ടൗൺ അടക്കമുള്ള വിവിധ സ്ഥാപനങ്ങളിലും കുടുംബങ്ങളിലും വെള്ളം എത്തുന്നതാണ്. അവിടെ രൂക്ഷമായിട്ടുള്ള കുടിവെള്ളക്ഷാമം വരുമ്പോൾ ആൾക്കാർ സ്വാഭാവികമായിട്ടും ടാങ്കറിൽ വെള്ളം ആണ് ആശ്രയിക്കുന്നത്. അപ്പോൾ അങ്ങനെ ടാങ്കറിൽ വെള്ളം ഇറക്കുന്നവർക്ക് അത് കൂടുതൽ ലാഭകരമായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചെക്ക് ഡാം തുറന്നു വിട്ടിരിക്കുന്നത്. വളരെയധികം ദോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം മോശമായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. ചെക്ക് ഡാം അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് 1 ലക്ഷം രൂപയാണ് പ്രോജക്റ്റ് വെച്ച് അത് ഒരാളെ കരാർ ഏൽപ്പിച്ച് ആ പ്രവർത്തനം നടത്തി. വലിയ മഴ വരുന്നതിന് മുൻപ് തന്നെ ആ ചെക്ക് ഡാം തുറന്നു വിട്ട് അതിനകത്ത് എക്കലെല്ലാം കളയുന്നതിനും അതിനുശേഷം മഴ തീരുന്നതനുസരിച്ച് അത് ഷട്ടറിട്ട് മുന്നോട്ട് വെള്ളം തടഞ്ഞു നിർത്തുന്നതിനുമായിട്ടുള്ള പ്രവർത്തനമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ തുടർച്ചയായി ഈ പ്രവർത്തനം ചെയ്യുന്നത് സാമൂഹ്യ വിരുദ്ധരാണ്. അതിന് പിന്നിലുള്ളവർക്ക് കർശനമായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് പഞ്ചായത്ത് പോകും. ഇത് സംബന്ധിച്ച് പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പോലീസിൻ്റെ ഒരു സഹായം പഞ്ചായത്ത് അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. ഈ ചെക്ക് ഡാമിലെ ജലസ്രോതസ്സിനെ ആശ്രയിച്ചാണ് കിലോമീറ്റർ ചുറ്റളവിലുള്ള വീടുകളിലെ കിണറുകളിലും മറ്റും കുടിവെള്ളം ഉൾപ്പെടെയുള്ള ജലസ്രോതസ്സുകൾ ആശ്രയിക്കുന്നത്. തുടർച്ചയായി ചെക്ക് ഡാമിലെ വെള്ളം തുറന്നു വിട്ടുകഴിഞ്ഞാൽ മേഖല വരൾച്ചയുടെ പിടിയിൽ ആകുകയും മേഖലയിൽ സ്വകാര്യ കുടിവെള്ള ലോബിയുടെ വെള്ള വിതരണം കാര്യക്ഷമമാക്കാമെന്നതും മുന്നിൽ കണ്ടുകൊണ്ടാണ് ചെക്ക് ഡാമിന്റെ ഷട്ടറുകൾ തുറന്നുവിടുന്നതെന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും പറയുന്നു. മുന്നിൽ കണ്ട് വളരെ മുമ്പ് തന്നെ നമ്മൾ ചെക്ക് ഡാം അടയ്ക്കുകയും വെള്ളം സംഭരിക്കുകയും ചെയ്തു. ഇന്നത്തെ ഘട്ടത്തിൽ വളരെ സുഗമമായി നമ്മുടെ മുണ്ടക്കയം ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങൾക്കും തൊട്ടടുത്തുള്ള വീടുകളിലേക്കുള്ള വെള്ളം നന്നായിട്ട് വാട്ടർ അതോറിറ്റിയും അതുപോലെ പഞ്ചായത്തിൻ്റെ കുടിവെള്ള പദ്ധതിയിലൊക്കെ സുലഭമായി വെള്ളം ലഭിച്ചു വരികയായിരുന്നു. ഒരു ദിവസം പോലും വെള്ളം തടസ്സമില്ലാതെ കൃത്യമായി വിതരണം ചെയ്യാൻ സാധിക്കുന്നത് ഈ ചെക്ക് ഡാം ഇവിടെ ഉള്ളതുകൊണ്ടായിരുന്നു. എന്നാൽ ഇതിനിടയിൽ പല പ്രാവശ്യമായി ചെക്ക് ഡാം ചില സാമൂഹ്യ വിരുദ്ധരോ അതോടൊപ്പം തന്നെ ഈ വെള്ളം കച്ചവടം ചെയ്യുന്ന ആളുകളോ മീൻ പിടിക്കുന്നവരാരുമാകാം അവർ രാത്രി ഏതെങ്കിലും സമയത്ത് വന്ന് ചെക്ക് ഡാമിൻ്റെ ഷട്ടർ പലകൾ നശിപ്പിച്ച് വെള്ളം തുറന്നുവിടുന്നതാണ് കാണുന്നത്. ഇതിനെ തുടർന്ന് ഞങ്ങൾ പതിവായിട്ട് ഇപ്പം വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് ചെക്ക് ഡാമിൻ്റെ അവിടെ ചെന്ന് പരിശോധിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ ചെക്ക് ഡാം നശിപ്പിക്കപ്പെട്ട് കാണുക ഉടൻ തന്നെ അടിയന്തരമായിട്ട് പലക വെച്ച് വീണ്ടും അടയ്ക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ വെള്ളം നിൽക്കുന്നത്. ഏറ്റവും അവസാനം ഇന്ന് വെളുപ്പിനെ നടക്കാനിറങ്ങിയപ്പോഴാണ് അവിടെ വെള്ളം ഭയങ്കരമായിട്ട് ഒഴുകുന്നത് കണ്ട് ശ്രദ്ധിച്ചപ്പോൾ 4 പലകകൾ അടർത്തി മാറ്റി വെള്ളം വളരെ ശക്തിയായി ഒഴുകുന്നത് കണ്ട് ഉടൻ തന്നെ അത് ചെക്ക് ഡാം അടയ്ക്കുന്ന പണിക്കാരെ കൊണ്ടുവന്ന് വളരെ വേഗം ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ അടപ്പിക്കാൻ പറ്റി. അങ്ങനെ അടപ്പിക്കാൻ പറ്റിയുകൊണ്ടാണ് കുറേയെങ്കിലും പമ്പിങ്ങിന് വേണ്ടിയുള്ള വെള്ളം സൗകര്യം കിട്ടിയത്. കഴിഞ്ഞ വർഷം മാർച്ച് 13-ാം തീയതി ആയപ്പം പമ്പിങ് നിലച്ചായിരുന്നു വെള്ളമില്ലാതെ. നമ്മൾ ഈ വട്ടം പ്രതീക്ഷിച്ചത് മഴയൊക്കെ കിട്ടുവാണെങ്കിൽ ജലവിതരണം വേറെ സംവിധാനത്തിൽ നടത്താതെ തന്നെ നമുക്ക് ഈ ചെക്ക് ഡാം കൊണ്ട് തന്നെ ഇത് പരിഹരിക്കാമെന്നുള്ള പ്രതീക്ഷയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ നിരന്തരമായി ഈ സാമൂഹ്യ വിരുദ്ധ ശല്യം കാരണം വലിയ പ്രയാസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പോലീസിൽ നമ്മൾ ഈ ഘട്ടങ്ങളെല്ലാം പരാതി കൊടുക്കുന്നുണ്ട്. പോലീസ് ഇക്കാര്യത്തിൽ കുറേയും കൂടെ ശുഷ്കാന്തിയോടി ഒരു അന്വേഷണം വേണം. രാത്രി പെട്രോളിംഗ് ഉണ്ടാവണം. അവിടെ കുറേ മദ്യപാനികൾ സ്ഥിരമായിട്ടുണ്ടെന്നാണ് അയൽവാസികളൊക്കെ പറയുന്നത്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കുറേയും കൂടെ ഒരു
നല്ല ഇടപെടലുണ്ടാകണമെന്നാണ് പഞ്ചായത്ത് കമ്മിറ്റിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സാമൂഹ്യ വിരുദ്ധരും മീൻപിടുത്തക്കാരുമാണ് ചെക്ക് ഡാം തുറന്നുവിടുന്നതെന്ന സംശയവും ഉയരുന്നുണ്ട്. എന്തു തന്നെയാണെങ്കിലും കുടിവെള്ളം മുട്ടിക്കുന്ന സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തണമെന്ന ആവശ്യമാണ് ശക്തമായി ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.